തിരുവചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അലയടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരങ്ങൾ പുറത്തുപോയി കൃപയുടെ സമൃദ്ധിയിൽ നിറഞ്ഞ് പ്രകാശത്തിൽ നിറഞ്ഞ് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയാണ്, സഹായം തേടുകയാണ്. കാരണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവസഹായം നമുക്ക് അനിവാര്യമാണ്. അതിന് ഈശോ പോയി കഴിഞ്ഞപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായിട്ട് നൽകിയിട്ടുണ്ട്. വചനം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹത്തിൽ ജീവിക്കാനും ഈ ലോകത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കാനുമുള്ള ബോധ്യവും ശക്തിയും കൃപയും നമുക്ക് തരാൻ വേണ്ടിയാണ്, അതിനുള്ളൊരു സഹായം നൽകാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ ഉണർത്തണമേ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ തിരുത്താൻ, തെറ്റുകളെ തിരുത്താൻ, കൂടുതൽ അഭിഷേകത്തിലേക്ക് വളരാൻ, കൂടുതൽ ഉണർവുള്ളവരായി തീരാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും അവരവരുടെ ഹൃദയങ്ങളിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കൃപ ചൊരിയണമേ, അങ്ങയുടെ അഭിഷേകം പകരണമേ, അങ്ങയുടെ ജ്ഞാനം നൽകണമേ, അങ്ങയുടെ വിശുദ്ധി നൽകണമേ. പരിശുദ്ധാത്മാവെ, വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം എല്ലാവരുടെയും ജീവിതത്തിൽ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കേൾക്കുന്ന വചനം 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങളെല്ലാവരുടെയും ജീവിതങ്ങളിൽ നിറയാൻ അമ്മ മാധ്യം സംഭവിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ധാരാളം ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം കൊറോണ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അതുപോലെ ആത്മീയമായിട്ടാണെങ്കിലും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട്, കുറേ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ വലിയൊരു പ്രശ്നമല്ല. അവിടത്തേക്ക് ലൂക്ക് 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തതുകൊണ്ട്, അത് നമ്മൾ വിശ്വാസത്താൽ ഏറ്റുപറയുന്നത് കൊണ്ട് ഇതിലെല്ലാം അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് തന്നു. അതുകൊണ്ടാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ തളരാതെ മടുപ്പ് കൂടാതെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി നമ്മളെ കൈപിടിച്ച് നടത്തി. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പഴിചാരലും വിധിക്കലും. പഴി ചാരുക, വിധിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം വളർന്നു വരുന്ന ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരെ പഴി ചാരുക, മറ്റുള്ളവരെ വിധിക്കുക. അതുവഴി നമുക്ക് നഷ്ടപ്പെടുന്ന കൃപകളെക്കുറിച്ച് നമുക്ക് ഒരു ചിന്തയില്ല. അതുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ വളർന്നു വരുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ പഴി ചാരുന്നത് വഴി, അങ്ങനെ വിധിക്കുന്നത് വഴി അവരിൽ എന്തോ കാതലായ കാര്യങ്ങൾ സംഭവിക്കുന്ന നമ്മൾ ചിന്തയാണല്ല. അത് നമ്മളിലും അവരിലും തിന്മയുടെ ആധിപത്യം കൂടുതൽ പ്രബലപ്പെടാനേ കാരണമായി തീരുള്ളൂ, അല്ലാണ്ട് വേറൊരു നേട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ സ്വഭാവ ദൂഷ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവയെ തിരുത്താൻ വേണ്ടിയാണ് ഈ വചനത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ചിന്തിക്കേണ്ടത് ഇതാരെയും പഴിക്കാനോ കുറ്റം പറയാനോ വിധിക്കാനോ ഒന്നുമല്ല. നമ്മളെല്ലാവരും കൂടെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടോ? ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? ഈ വചനം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. പിന്നെ അടുത്ത തല എന്താണ്? ഉണ്ടെങ്കിൽ അവയങ്ങ് തിരുത്തും. എന്നിട്ടോ കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കി തീർക്കും. അറിവ് എപ്പോഴും അന്ധകാരത്തെ അകറ്റും, അല്ലേ? ദൈവവചനത്തിലുള്ള അറിവ്, ദൈവവചനത്തിൽ ആഴപ്പെടുന്നതിനനുസരിച്ച് നമ്മളിൽ അന്ധകാരം മാറി നമ്മൾ പ്രകാശമായി തീരും.
അവൻ നമ്മുടെ ചുറ്റുപാടുകളും അതുപോലെ പ്രകാശം കൊണ്ട് നിറയും. അന്ധകാരത്തെ പഴിച്ചുകൊണ്ടിരുന്നിട്ട് പ്രയോജനമില്ല. അപ്പോൾ അതാണ് അറിവുകൾ, ദൈവിക അറിവുകൾ, ദൈവിക അനുഭവങ്ങൾ കൂടുതൽ പ്രകാശമുള്ള വ്യക്തികളാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അതുകൊണ്ടാണ് ധാരാളം ബൈബിൾ വായിക്കണം, ധാരാളം പ്രസംഗങ്ങൾ കേൾക്കണം, ആത്മീയ കാര്യങ്ങൾ അറിയണം. അതിനനുസരിച്ച് അന്ധകാരത്തിൻ്റേതായ പ്രവൃത്തികൾ അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കും, എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ കൊറോണ വന്നു, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പല വിധത്തിൽ ആത്മീയമായ ആളുകളെ ഭൗതികരെ കുറ്റപ്പെടുത്തുന്നു, ഭൗതികരെ ആത്മീയരെ വിധിക്കുന്നു, അതുപോലെ രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല വിധത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഇത് കാണാം. കുടുംബങ്ങളിൽ ഇത് കാണാം. ഭാര്യ ഭർത്താവിനെ വിധിക്കുന്നു, മക്കളെ വിധിക്കുന്നു, പഴിചാരുന്നു, ഞാനല്ല അവനാണെന്ന് മക്കൾ പറയുന്നു. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനമനുസരിച്ച് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് നന്നായിട്ട് ചിന്തിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മനുഷ്യനെയും പുരുഷനെയും സ്ത്രീയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ നാളുകളിൽ തന്നെ തുടങ്ങിയൊരു സംഭവമാണിത്. ഈ പഴിചാരലും കുറ്റം വിധിക്കലും, അവനവനെ ന്യായീകരിക്കുക, മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കുക, ഈ ഒരു സ്വഭാവം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ, 11-12 വാക്യങ്ങളിൽ, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-12 തുടങ്ങിയ വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സംഗതി എന്നാണെന്നറിയാമോ? ദൈവം ഏദൻ തോട്ടത്തിൽ അവരെ ആദത്തെ ഹവ്വായെയും ആക്കി ഏദൻ തോട്ടത്തിലാക്കി. എന്നിട്ട് അവരോട് ഒരു കൽപ്പന കൊടുത്തു. അതൊക്കെ അവർ അങ്ങനെ പാലിച്ചു പോവാണ്. ആ സമയത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ തെറ്റിലേക്ക് വീഴുന്നത്. അപ്പോൾ ദൈവം അവരെ വിളിച്ചു, ആദം നീ എവിടെയാണ്? അതിന് മറുപടിയായിട്ടാണ് 11-12 വാക്യങ്ങൾ, 3-ന്റെ 11-12 വാക്യങ്ങളിൽ കാണുന്നത്. അവൻ ദൈവം വിളിച്ചപ്പോൾ ആദം പറഞ്ഞു, ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. അത് ശരിയാണല്ലോ, മറ്റൊരാളുടെ മുമ്പിൽ നഗ്നനായിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്നിട്ട് ദൈവം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് തിന്നരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? ചോദ്യം വളരെ കറക്റ്റാണ്. നിന്നോട് തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച ആ പഴം നീ തിന്നോ? തിന്നോ എന്ന ചോദ്യത്തിന് തിന്നു അല്ലെങ്കിൽ തിന്നില്ല എന്നാണ് ആൻസർ പറയേണ്ടത്. അതിനിവിടെ ആദം ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. അതാണ് ഇന്ന് നമ്മളും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ടെക്നിക്ക്. എന്താ അത്? ആദം പറയാണ്, നീ എനിക്ക് തന്ന സ്ത്രീ. അപ്പോൾ ഇവിടെ ആരേക്കാണ് വിധിക്കുന്നത് ഓർക്കണം. നീ എനിക്ക് കൂട്ടിന് തന്ന, തുണയായി തന്ന, നീ എനിക്ക് തന്ന ആ സ്ത്രീ ആ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ഇതാണ് ആദത്തിൻ്റെ മറുപടി. അപ്പോൾ ഇവിടെ ആദ്യത്തെ കുറ്റവാളി ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവമാണല്ലോ ആ സ്ത്രീയെ ഇവന് കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നാണ് ഇപ്പോൾ അവൻ വരുത്തി തീർക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം തെറ്റിനെ മറയ്ക്കാൻ, സ്വന്തം തെറ്റിനെ ലഘൂകരിക്കാൻ, അതിനെ പൊതിഞ്ഞു പിടിക്കാൻ, അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി മനുഷ്യൻ എടുക്കുന്ന ഒരു തന്ത്രമാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ പഴിചാരുക എന്നുള്ളത്. ഹല്ലേലൂയ. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അവിടെ പൊരിഞ്ഞടിയാണ്. പിന്നെ ഓരോരുത്തരും നീയാണ് റോങ്ങായിട്ട് വന്നത്, നീയാണ് വന്നത്. സത്യം എന്താണ്? സത്യത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ മനസാക്ഷിയിൽ അറിയാം, ഞാൻ കുറച്ച് ഇത് ചെയ്ത് കയറി വന്നതുകൊണ്ടാണ് പറ്റിയത്. പക്ഷേ അംഗീകരിക്കത്തില്ല. കാരണം എന്താ? നമ്മുടെ തെറ്റിനെ എപ്പോഴും നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതൊരു മനുഷ്യ പ്രകൃതിയാണ്. നമുക്ക് ആദ്യത്തെ മനുഷ്യനും അതുതന്നെയാണ് ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞത്? നീ കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് ആ പഴം തന്നു, ഞാനത് തിന്നു. ഇത്രയേ ഉള്ളൂ. ദൈവം ചോദിച്ചാൽ എന്താ? നീ അത് തിന്നോ? അപ്പോൾ ആദം പറയേണ്ടത് എന്താ? ഞാൻ തിന്നു. പിന്നെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ്, ആരാ നിനക്ക് തന്നത്? സ്ത്രീയാണ്. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ ആദം ചെയ്യുന്നത് പഴിക്കുകയാണ്. നീ കൂട്ടിന് തന്ന. അപ്പോൾ അവിടുത്തെ കുറ്റം ആദ്യം, ഫസ്റ്റ് കുറ്റം ദൈവത്തിന്, രണ്ടാമത്തെ കുറ്റം സ്ത്രീക്ക്, മൂന്നാമത് ഞാൻ പാവം. കണ്ടോ? ഇതാണ് ഇത് സകല മനുഷ്യ ഈ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കുകയാണ്. ഈ ഒരു പഴിക്കൽ സ്വാഭാവികമാണ്. ഈ ഒരു വിധിക്കൽ, ഈ ഒരു കുറ്റം ചാരൽ, പഴിചാരൽ കണ്ടോ? ആദം ആ സ്ത്രീയുടെ മേത്തേക്ക് പഴി ചാരുകയാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അടുത്ത നിമിഷം പിന്നെ ദൈവം സൈലൻ്റായിട്ട് അടുത്ത ആളോട് ചോദിക്കുക, സ്ത്രീ വിളിച്ചു, നീ എന്താണ് ചെയ്തത്? അപ്പോൾ സ്ത്രീയും അതിന് ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ആ പഴം തിന്നു. സ്ത്രീയോടും ദൈവം ചോദിച്ചു, നീ തിന്നോ? തിന്നരുതെന്ന് പറഞ്ഞു ഞാൻ, നീ തിന്നോ? അപ്പോൾ അതിന് മറുപടി തിന്നു, യെസ് ഓർ നോ, തിന്നു, ഇത്രയേ ഉള്ളൂ. അതിന് സ്ത്രീ പറഞ്ഞ എന്താ? സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാനത് തിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു ജന്മവാസന എന്ന് പറയുന്ന, നൈസർഗിക വാസന എന്ന് പറയുന്നത് പോലെ ഇത് നമ്മുടെ കൂടപ്പറപ്പായിട്ട് നമ്മുടെ കൂടെ വളരുകയാണ്. അത് കൊച്ചു കുഞ്ഞുങ്ങളിലുണ്ട്. ഇപ്പോൾ വീട്ടിൽ കൊച്ചു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ രണ്ടുപേരും കൂടെ കളിക്കുന്ന ഇടയ്ക്ക് ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. മൂത്തവന് 10 വയസ്സും ഇളയവന് 5 വയസ്സാണെന്ന് വിചാരിക്കുക. അപ്പനും അമ്മയും കൂടെ പിടിച്ച് രണ്ടിനെ പിടിച്ചു. ഉടനെ രണ്ടുപേരും എന്ത് ചെയ്യും? ഞാനല്ലോ ഇവനാ പൊട്ടിച്ചത്, ഞാനല്ലോ ഇവളാ പൊട്ടിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരിക്കൊണ്ടിരിക്കും. ഇത് ഒരു 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 പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ മറ്റുള്ളവരെ വിധിക്കുമ്പോഴും കുറ്റം ചെയ്യുമ്പോഴും പഴിചാരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആ തെറ്റിനെ ലഘൂകരിച്ച് നമ്മൾ രക്ഷപ്പെടുകയാണെന്നുള്ളൊരു ധാരണയിലാണ് ഇത് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ടാണെന്ന് നിർബന്ധമില്ല, സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇവിടെ ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നീ അത് ചെയ്തോ? ഞാൻ ചെയ്തു. നീ അങ്ങനെ ചാടിയോ? ഞാൻ ചാടി. നീ അവിടെ പോയോ? ഞാൻ പോയി. നീ അങ്ങനെ തെറി വിളിച്ചോ? ഞാൻ വിളിച്ചു. ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് അതേ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ വിധിക്കുകയാണെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ തന്നെ വിധിക്കുകയാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. റോമാലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്, അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുന്ന നീ അതേ തെറ്റ് ചെയ്യുന്നു. നിനക്കുള്ള വിധി നീ തന്നെ തീരുമാനിക്കുകയാണ്. കണ്ടോ? വചനം ഞാൻ ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുക. റോമാലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. നീയും അതേ കുറ്റം ചെയ്യുന്നു. കണ്ടോ? അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്കതിനകത്ത് ന്യായീകരണമില്ല. ആദത്തോട് ദൈവം അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ ന്യായീകരണമില്ല. സ്ത്രീ തന്നു, അപ്പോൾ ചോദിക്കേണ്ടത് എവിടുന്നാ, ഏത് മരത്തിൻ്റെയാണ്? ദൈവം തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ആണോ? നീ എന്തിനാ തിന്നത്? അങ്ങനെയൊക്കെ ചോദിച്ച് ആദത്തിന് വേണേൽ അത് വേണ്ടാന്ന് വയ്ക്കായിരുന്നു. അപ്പോൾ ദൈവം ചോദിക്കുക, അതിനെക്കുറിച്ച് ദൈവം അതിനെ ന്യായവിസ്താരം നടത്തുമ്പോൾ അവന് ഒഴിവില്ല. അതാ റോമാലേഖനം പറയുന്നത് 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും, എത്ര ഉന്നത സ്ഥാനീയനാണെങ്കിലും എത്ര താഴെയുള്ള വ്യക്തിയാണെങ്കിലും ഏത് തരത്തിൽ ജീവിക്കുന്ന ആളായാലും ശരി, നീ ആരു തന്നെ ആയാലും മറ്റൊരുവന് വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുന്ന നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. ആ വിധിക്കുന്ന നീയും അതേ കുറ്റം തന്നെ ചെയ്യുന്നു. കണ്ടോ? അതേ തെറ്റ് തന്നെ നീയും ചെയ്യുന്നു. അതുകൊണ്ട് നിനക്ക് ന്യായീകരണത്തിന് അവകാശമില്ല, വിധിക്കാൻ അവകാശമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? വിധിക്കുന്ന നീ അതേ തെറ്റ് ചെയ്യുന്നു. അപരനെ വിധിക്കുന്ന നീയും അതേ തെറ്റ് ചെയ്യുന്നു. ആരും അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആരും കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആരും മനസ്സിലാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മളെ തന്നെ വിധിക്കുന്ന, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന, നമുക്ക് തന്നെ ഒരു ഇതായിത്തീരുന്ന ഒരു സംഗതിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിധിക്കലും കുറ്റപ്പെടുത്തലും പഴിചാരലും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്ത ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളറിയാതെ കൃപ നമ്മളിൽ നിന്ന് ചോരുകയാണ്. നമ്മളറിയാതെ നമുക്ക് ചിലപ്പോൾ അതിനകത്തൊരു സുഖം തോന്നാം. അവരെ 2 വിധി പറഞ്ഞാൽ അല്ലെങ്കിൽ പഴിചാരിയാൽ അവിടെ കുറ്റം വിധിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ ആയി, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം പോലെയൊക്കെ ഫീൽ ചെയ്യാം. അതൊക്കെ സാത്താൻ തരുന്ന ചില വീണ്ടും ഇതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില ഘടകങ്ങൾ മാത്രമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന ശാശ്വതമായ സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ മാർഗ്ഗമല്ല, ഒരിക്കലും അല്ല. അപ്പം നമ്മളെ തന്നെ വിധിക്കുകയും നമ്മളെ തന്നെ പഴിചാരുകയും ചെയ്യുന്ന മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അതിങ്ങനെയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്, വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. കണ്ടോ?
വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. നമ്മളെങ്ങനെ വിധിക്കുന്നു അതിനനുസരിച്ചുള്ള വിധി നമുക്കുണ്ടാവും. അപ്പോൾ ദൈവം പറയാണ്, നിങ്ങളെ ഈ ഭൂമിയിൽ മറ്റാരും വിധിക്കാതിരിക്കണോ, പഴിചാരാതിരിക്കണോ, കുറ്റപ്പെടുത്താതിരിക്കണോ, നിങ്ങളത് ചെയ്യരുത്. നീ ചെയ്യുന്നത് പോലെ നിനക്കും തിരിച്ചു കിട്ടും. നീ കൊടുക്കുന്ന അളവിൽ നിനക്കും തിരിച്ചളന്ന് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുരിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ധ്യാനഗുരുക്കന്മാരെ കുറ്റം പറയുക, ചിലരുടെ പരിപാടി അതാണ്. പള്ളിയെ കുറ്റം പറയുക, പട്ടക്കാരെ വിധിക്കുക, സഭയെ വിധിക്കുക, ലോകത്തെ വിധിക്കുക, മറ്റ് ജാതികളെ വിധിക്കുക, ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ. ഞാൻ ഏതാണ്ട് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാലോ, കുടുംബങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താവിനെ പഴിചാരുക, ഭർത്താവ് ഭാര്യയെ പഴിചാരുക, മാതാപിതാക്കളെ പഴിചാരുക, അയൽക്കാരെ പഴിചാരുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴിചാരി നമ്മുടെ ജീവിതത്തെ അന്ധകാരത്തിൽ ആഴ്ത്തിക്കളയുക. കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന പോലെ നമ്മൾ കൃപയിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളെ ദൈവം വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പം നമ്മൾ ആരും മറ്റുള്ളവരെ പഴിചാരുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ സ്വതന്ത്രരാകുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഴിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറക്കരുത്. ഈ വചനത്തിന് മാറ്റം ഉണ്ടാവില്ല. നമ്മൾ സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരാണ്. അതാ ഈ പഴിചാരലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. എനിക്ക് ഇഷ്ടം പോലെ കുറ്റമുണ്ട്, ഇഷ്ടം പോലെ കുറവുണ്ട്, ഒരുപാട് തിന്മയും പാവവും അന്ധകാരമൊക്കെ നിറഞ്ഞ എൻ്റെ ജീവിതം. ഞാനത് മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കേണ്ടത് തൊട്ടയൽക്കാരൻ്റെ ജീവിതത്തിലെ ഒരു നിസാര കുറ്റം. അവൻ്റെ കണ്ണിലൊരു കരടേ ഉള്ളൂ, എൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുകയാണ്. എന്നിട്ടും ഞാൻ അവനോട് പറയാണ്, എടാ നിൻ്റെ കണ്ണിൽ കരടി ഇരിപ്പുണ്ട് കേട്ടോ, എടുത്ത് കളയണം. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, എൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുകയാണ്. എനിക്ക് തടിക്കഷ്ണം എന്ന് വെച്ചാൽ മനസ്സിലായതിൻ്റെ അർത്ഥം എന്നാന്ന്? എനിക്ക് ഒരുപാട് കുറ്റമുണ്ട്, ഒരുപാട് കുറവുണ്ട്, ഒരുപാട് പോരായ്മയും ബലഹീനതയും ഒക്കെ എനിക്കുണ്ട്. എന്നിട്ടും ഞാൻ കാണുന്നത്, എൻ്റെ കണ്ണിൽ കാണുന്നത് എന്താ? എൻ്റെ അയൽക്കാരൻ്റെ, എൻ്റെ സഹശുശ്രൂഷകൻ്റെ, എൻ്റെ സഭയുടെ, എൻ്റെ ലോകത്തിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സഹജീവിയുടെ, ഈ ലോകത്തിലെ മറ്റൊരുവൻ്റെ കണ്ണിലിരിക്കുന്ന ഒരു ചെറിയ കരട് ഞാൻ കണ്ടു കേട്ടോ. എന്നിട്ട് അതെടുത്ത് കളയാൻ ഞാൻ പരിശ്രമിക്കുക. അവൻ്റെ കുറവ് നികത്താൻ ഈ തടിക്കഷ്ണം ഇരിക്കുന്ന ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്താ സ്ഥിതി? എന്നിട്ട് കർത്താവ് എന്താ പറയണത്? ഹേ മനുഷ്യ, നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് എങ്ങനെ കാഴ്ച ഉണ്ടാവും? നീ ഒരു കാര്യം ചെയ്യുക, ആദ്യം നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു കളയുക. എന്ന് വെച്ചാൽ നിൻ്റെ കുറവുകൾ നികത്തുക, നിൻ്റെ പോരായ്മകൾ, നിൻ്റെ ബലഹീനതകൾ, നിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ, നിന്നിലുള്ള ഈ അന്ധകാരത്തിൻ്റേതായ പ്രവൃത്തികൾ അത് മാറ്റുക. എന്നിട്ട് നീ പ്രകാശം കൊണ്ട് നിറയുക. അപ്പോൾ അവരെൻ്റെ ജീവിതത്തിലെ ആ അന്ധകാരത്തെ നിനക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിൻ്റെ കാഴ്ച തെളിയും. അതല്ലാതെ വിധിക്കുന്ന നമ്മളും അതേ കുറ്റം ചെയ്തുകൊണ്ടാണ് അവരെ വിധിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ അവരെ മറ്റാരും അത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആ പബ്ലിക്കായിട്ട് വിധിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ വിധിക്കുന്നവൻ ദൈവമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വലിയ ഒരു ക്ലേശത്തിൽ, ദുരിതത്തിൽ കൊണ്ടെത്തിക്കും. നമ്മളും വിധിക്കപ്പെടും. നമ്മൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നമുക്കും അളന്നു കിട്ടുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. യൂദാസിൻ്റെ ലേഖനം അതിൻ്റെ 9-ാമത്തെ വാക്യം, അധ്യായമില്ല, യൂദാസിൻ്റെ ലേഖനം 9-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ മോശയുടെ ശരീരത്തെപ്പറ്റി പിശാചിനോട് തർക്കിച്ചു. പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ മോശയുടെ ശരീരത്തെപ്പറ്റി പിശാചിനോട് തർക്കിച്ചപ്പോൾ പിശാചിനെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും ഈ മുഖ്യദൂതൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞെന്നറിയാമോ? കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ മോശയുടെ ശരീരത്തെപ്പറ്റി പിശാചുമായിട്ടൊരു ആർഗ്യുമെൻ്റ് നടക്കുകയാണ് മുഖ്യദൂതനായ. അപ്പോൾ ദൈവമുണ്ട്, മുഖ്യദൂതനായ മാലാഖയുണ്ട്, മുഖ്യദൂതൻ ഉണ്ട്, അതുപോലെ തന്നെ പിശാചുണ്ട്. ആർഗ്യുമെൻ്റാണ്. ഈ സമയത്ത് പിശാച് മോശയെക്കുറിച്ച് മോശൻ്റെ പക്ഷക്കാരനായിരുന്നു, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് പിശാചിൻ്റെ ആർഗ്യുമെൻ്റ് നടത്തുന്നു. ഇവിടെ പ്രധാന ദൂതൻ മോശയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരു ആർഗ്യുമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം, സാത്താനെ നീ പറഞ്ഞത് തെറ്റാണ്, നീ ഇങ്ങനത്തെ തോന്നിവാസമൊക്കെ കാണിച്ച ആളാണ് എന്നൊക്കെ വേണമെങ്കിൽ മിഖായേൽ ദൂതന് പറയാം, മുഖ്യദൂതന് പറയാം. പക്ഷേ മുഖ്യദൂതൻ പറഞ്ഞില്ല. പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേൽ പറഞ്ഞതെന്നറിയാമോ? കർത്താവ് നിന്നെ ശാസിക്കട്ടെ, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ആ പിശാചിൻ്റെ
നേരെ നോക്കി പറഞ്ഞില്ല. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, പിശാചിന് ഒരു കുറ്റമില്ലാഞ്ഞിട്ടാണോ ഈ ദൂതൻ അത് പറയാതിരുന്നത്, മിഖായേൽ അത് പറയാതിരുന്നത്? പിശാച് പരിപൂർണ വിശുദ്ധിയുള്ള ആളായതുകൊണ്ടാണോ, ഫുൾ നന്മ കൊണ്ട് നിറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണോ പറയാതിരുന്നത്? അതല്ല. ഒരു കൃപയുള്ള വ്യക്തിയെ സംബന്ധിച്ച്, അഭിഷേകമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച്, ദൈവിക മൂല്യങ്ങളുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ പഴിക്കലും വിധിക്കലും ഉചിതമല്ല സഹോദരങ്ങളെ, ഉചിതമല്ല. അത് നമ്മളെയും മറ്റുള്ളവരെയും നന്മയിലേക്ക് നയിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ ഈ വചനം നിങ്ങൾ ഓർക്കണം. യൂദാസ് 9-ാം വാക്യം അത് ഓർക്കണം. മുഖ്യദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെപ്പറ്റി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഉണ്ടോ? കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. കാരണം എന്താ, അവിടെ ഇപ്പോൾ എന്തെല്ലാം ആർഗ്യുമെൻറ്റ് നടന്നെന്നറിയാം, ഭയങ്കര വാദപ്രതിവാദം നടന്നു, പക്ഷെ കുറ്റപ്പെടുത്തിയില്ല. ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങളെന്നല്ല നമ്മളും ആരെയും വിധിക്കാതിരിക്കുക, ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിന്ന് നമ്മളെ കൃപയിൽ വളരാൻ സഹായിക്കും. നമ്മൾ വിധിക്കുന്ന വിധി നമ്മുടെ മേൽ വരാതിരിക്കും. അത് നമ്മൾ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയുള്ളവരായിട്ട് മാറണം. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം കൂടെ നമുക്ക് ഒന്ന് കേൾക്കാം. ലൂക്ക 6:37. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങളും കുറ്റാരോപണം നടത്തരുത്, പഴിചാരരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. വളരെ മനോഹരമാണ്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ഇതായിരിക്കണം നമുക്ക് മാതൃക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. റോമാലേഖനം 14:13. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം കുറ്റം വിധിക്കാതിരിക്കാം, പഴി ചാരാതിരിക്കാം. മേലിൽ നമുക്ക് പരസ്പരം ചെയ്യാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ശക്തി ദൈവം തരും, അതിനുള്ള കൃപ ദൈവം തരും. നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഇതിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കും. ഒരിക്കലും ആരും നിരാശപ്പെടരുത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ലൂക്ക 1:37. നമ്മളെ ഇതിൽ നിന്ന് രക്ഷിച്ച് നല്ല പ്രകാശമുള്ള വ്യക്തികളാക്കി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരിൽ നന്മ കാണുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ പ്രവൃത്തികളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്ന, നന്മ കാണുന്ന വിശുദ്ധിയുള്ള ജീവിതങ്ങളാക്കി കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വചനം നമുക്ക് നൽകിയത്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ച ഒരുപാട് നന്മകളുണ്ട്, ഞങ്ങളതിനെ കാണുകയാണ്. കർത്താവ് അറിയാതെ പറ്റിയ ഈ കുറവുകളിൽ നിന്നൊക്കെ ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളുടെ നന്മകളെ കണ്ടെത്തി മറ്റുള്ളവരിലും നന്മ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, മറ്റുള്ളവരിൽ നന്മ കാണാനും അത് പറയാനും മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കണ്ടെത്തുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി നന്മയും അവരുടെ സൽപ്രവൃത്തികളും കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞങ്ങളെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകം, നന്മ കാണാനൊരഭിഷേകം, നല്ലത് കാണാനൊരഭിഷേകം, വിശുദ്ധി കാണാനൊരഭിഷേകം, കൃപ കാണാനൊരഭിഷേകം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശപൂരിതമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അന്ധകാരം നീക്കി പ്രകാശം നിറയ്ക്കണമേ. ഞങ്ങളുടെ ചിന്തകളിൽ അന്ധകാരം മാറ്റി പ്രകാശം നിറയ്ക്കണമേ. വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, നേർവഴി തെളിക്കണമേ. പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ വഴിയെ നടക്കാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ ജീവിതങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. ഓരോരുത്തരും ജീവിതത്തിൽ അന്ധകാരത്തെ നീക്കണമേ, പ്രകാശപൂരിതമാക്കണമേ. നന്മകൾ കൊണ്ടും കൃപ കൊണ്ടും ഓരോരുത്തരെ നിറച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോരുത്തരെ അഭിഷേകം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം അനുഗ്രഹിക്കുകയും പ്രകാശത്തിൽ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്.